പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഗിഫ്റ്റി. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. എനിക്ക് ജർമ്മനിയിൽ പോയി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അത് കാരണം തന്നെ ഞാൻ ലാംഗ്വേജ് പഠിച്ചു. B2 വരെ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ഞാൻ എക്സാം എഴുതി എനിക്ക് കിട്ടിയില്ല. അതിനുശേഷം ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥനകളും മറ്റു കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു. പിന്നീട് എനിക്ക് എക്സാം എഴുതി എനിക്ക് പിന്നെയും കിട്ടിയില്ല. 4 തവണ ഞാൻ എക്സാം എഴുതി. ഓരോ തവണ എഴുതുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപവും അതേപോലെ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാവരും കൊണ്ടുപോകും എക്സാം സെൻറ്ററിലോട്ട്. എന്നിട്ട് എല്ലാവരും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലിൻ്റെ നെറ്റിയിൽ പുരട്ടീനാണ് ഞാൻ എക്സാം എഴുതാൻ കയറാറ്. അതേപോലെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ എക്സാം എല്ലാവരും എഴുതിയാറുണ്ട്. എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ആലോചിച്ചു, എന്താണാവോ എനിക്ക് കിട്ടാത്തത്, ഇത്രയും ചെയ്തിട്ടും ഇത്രയും പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് കിട്ടണില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ഞാൻ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി പുതുക്കി, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ഇനി എഴുതാൻ പോണതായാലും കിട്ടില്ല, അത് കഴിഞ്ഞിട്ടുള്ളത് നിനക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ വീണ്ടും എക്സാം എഴുതാൻ പോയി, അതും പാസ്സായില്ല. അതിനുശേഷം എഴുതിയ എക്സാം പാസ്സായി, റിസൾട്ട് വന്നു, ഞാൻ ജയിച്ചു. പിന്നെ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. വേഗം അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ വരികയും ഇൻ്റർവ്യൂ പാസ്സായി. അതേപോലെ ബാക്കി കാര്യങ്ങളെല്ലാവരും ഡോക്യുമെൻറ്റേഷനും എല്ലാവരും പെട്ടെന്നായി. വിസ വന്നു. സെപ്റ്റംബർ 28-ാം തീയതി ഞാൻ ടിക്കറ്റ് എടുത്തു ജർമ്മനിലേക്ക് പോകാൻ വേണ്ടി. പരിശുദ്ധമ്മ വഴി തിരുക്കുമാരൻ എനിക്ക് വളരെയധികം നന്ദി നൽകി. തിരുക്കുമാരന് 1000 നന്ദി. അതേപോലെ തന്നെ എൻ്റെ ചേട്ടന് മാൾട്ടയിൽ പഠിക്കാനായിരുന്നു ആഗ്രഹം. ചേട്ടൻ അതേപോലെ ഡോക്യുമെൻറ്റേഷനും പ്രോസസ്സിങ് എല്ലാവരും ചെയ്തു. ആൾക്ക് ഇത്തിരി ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വിസയ്ക്ക് റിജക്ഷൻസ് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ നിയോഗത്തിൽ ചേട്ടനും വെച്ച് പ്രാർത്ഥിച്ചു. ചേട്ടൻ വിസ റിജക്ഷൻസ് ഒന്നും കൂടാണ്ട് ആൾ ആഗ്രഹിച്ച പോലെ തന്നെ പഠിക്കാനുള്ള അനുഗ്രഹം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ പരിശുദ്ധ അമ്മ വഴി എൻ്റെ ചേട്ടന് റിജക്ഷൻസ് ഒന്നും കൂടാണ്ട് മാൾട്ടയിലേക്ക് പോകാനായിട്ട് അനുഗ്രഹം കിട്ടി. ആളിപ്പോൾ പോയിട്ട് 3 മാസം കഴിഞ്ഞു. ചെറുതും വലുതുമായ കുറേ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരനിലൂടെ എനിക്ക് നേടിത്തന്നു. എല്ലാ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. നാഹൂം പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. ഈ മകൾ പഠന കാലയളവിൽ പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതും വിജയിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുന്നത്. ഗിഫ്റ്റി എന്ന ഈ മകൾ ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ് 5 തവണ പരീക്ഷ എഴുതുന്നത്. 4ാമത്തെ തവണ എഴുതിയതിന് ശേഷം ജോസഫ് അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ മോളോട് പറഞ്ഞ സന്ദേശം, നീ ഇപ്പോൾ എഴുതുന്ന പരീക്ഷ തോൽക്കുമെന്നും അത് കഴിഞ്ഞ് നീ എഴുതുമ്പോൾ ജയിക്കുമെന്നുമാണ്. മകൾ സാക്ഷ്യകൂടാരത്തിലും അവൾ പങ്കുവയ്ക്കുന്നത്, എന്തുകൊണ്ടത് അങ്ങനെ പറഞ്ഞു എന്നെനിക്ക് മനസ്സിലായില്ല. ഞാൻ എഴുതിയ 5ാമത്തെ പരീക്ഷ തോറ്റു, 6ാമത്തത് ജയിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ പലപ്പോഴും നന്നായി പരിശോധിച്ച് ഉരുക്കിയെടുത്ത് ശുദ്ധീകരിച്ച് അവിടുത്തെ സമയത്തിൻ്റെ പൂർണ്ണതയിലാണ് നമ്മളെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യുന്നത്. മകൾ ഈ പരീക്ഷകളൊക്കെ പൂർത്തീകരിക്കുമ്പോൾ തിരിച്ചറിയുന്നുണ്ട്, എപ്പോഴാണോ അവൾക്ക് വിദേശത്തേക്ക് എത്തിച്ചേരേണ്ടത് ആ വിദേശത്തേക്ക് എത്തിച്ചേരുവാനുള്ള സമയത്തിന് യാതൊരു വ്യത്യാസവും വരാതെ അവളെ കാത്തു പരിപാലിച്ചുവെന്ന്. എങ്കിലും ഈ നടന്ന വഴികളിൽ ദൈവത്തെ മറക്കാതെ നടക്കുവാൻ, കൂടുതൽ അമ്മ മാതാവിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ, തൻ്റെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലുള്ള കുറവുകളെ തിരുത്തിക്കൊണ്ട് കൂടുതൽ വിശുദ്ധിയിൽ വളരുവാൻ ഒരുക്കിക്കൊടുത്ത അവസരങ്ങളായി അവൾ തിരിച്ചറിയുന്നുണ്ട്. സഹോദരൻ്റെ ജോലിയെ സംബന്ധിച്ചും പറയുന്നുണ്ട്, അമ്മ മാതാവിൽ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ആ നിയോഗവും അമ്മ മാതാവ് വേഗത്തിൽ അനുഗ്രഹിച്ചു കൊടുത്തുവെന്ന്. നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായി അമ്മ മാതാവ് കാണുന്നു, അറിയുന്നു. ജീവിതത്തെ നവീകരിക്കുവാനുള്ള എല്ലാ മേഖലകളെയും നമുക്ക് കാട്ടിത്തരികയും ചെയ്യുന്നു. നാം എത്ര വേഗതയിൽ നമ്മുടെ ജീവിതത്തെ നവീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കൃപയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരാകുന്നുവോ അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. മകളുടെ സംസാരത്തിൽ നാം കേൾക്കുന്നുണ്ട്, അവളുടെ കഴിവ് കൊണ്ടല്ല,
അമ്മ മാതാവിലൂടെ ദൈവകൃപ കൊണ്ടാണ് അവൾ ഈ പരീക്ഷ വിജയിക്കുവാനും വിദേശത്ത് പോകുവാനുമുള്ള സാഹചര്യങ്ങളെ ഒരുക്കി കിട്ടിയതെന്ന്. കഴിവിലുള്ള അമിതമായ ആശ്രയത്വത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ നമുക്ക് തീരുമാനമുണ്ടാവണം. ദൈവം നമുക്ക് വേണ്ടി എപ്പോഴും പദ്ധതി ഒരുക്കുന്നുണ്ട്. ദൈവിക പദ്ധതിക്ക് എളിമപ്പെട്ട് നമ്മൾ വിധേയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശാന്തമായി സുരക്ഷിതമായി ഏറ്റവും നല്ലത് നൽകിക്കൊണ്ട് തമ്പുരാൻ നമ്മളെ പരിപാലിക്കുന്നു. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകളുടെ സാക്ഷ്യത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് നന്ദി അർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.